ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ തത്തക്കൂട്ടിന്റെ ഉള്ളിലും 3 തത്തക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഇന്നത്തെ ദിവസം പൈസ എനിക്കൊരു വിഷയമല്ല. അതിന് കാരണം എന്റെ ATM ആയിട്ടുള്ള നിത്യ ചേച്ചി കൂടെ ഉള്ളതാണ്. ഇപ്പൊ ഞങ്ങളെ കണ്ട കോലമായിരിക്കില്ല തിരിച്ചു വരുമ്പോൾ. അതിന് കാരണം പാലക്കാട് കെല്ലിലേക്ക് പോയതാണ്. അങ്ങനെ ചേച്ചി നേരെ ഫേഷ്യൽ ചെയ്യാൻ പോയി. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞാനും എഡ്വിനും കൂടെ അങ്ങോട്ട് മുടി വെട്ടാന്ന് വിചാരിച്ചു. ഇവിടെ മുടി വെട്ടുന്നതിന് മുമ്പ് തലയൊക്കെ കഴുകി നല്ല ഷാമ്പൂ ഇട്ട് വൃത്തിയാക്കുട്ടാ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മുടി വെട്ടി കഴിഞ്ഞപ്പോ തന്നെ സുന്ദരന്മാരായി. എഡ്വിന് തിരക്കുള്ളത് കൊണ്ട് തന്നെ അവൻ വേഗം പോയി. പക്ഷെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ചേച്ചീനെ കാണാണ്ട് ഞാൻ പോയി നോക്കുമ്പോ ഫേഷ്യലൊക്കെ കഴിഞ്ഞത്ര ഇനി കാലിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ട്. അതിന് 1 മണിക്കൂർ വേണത്രേ. പെൺകുട്ടികളുടെ സന്തോഷമൊക്കെ ഇതാണ്. ഞങ്ങള് ബോയ്സ് ഇതിനു വേണ്ടിയൊന്നും പൈസ ചെലവാക്കുന്ന ആൾക്കാരല്ല. പക്ഷെ 10 രൂപയുടെ ചായ കുടിക്കാൻ പോവാൻ 500 രൂപയുടെ പെട്രോൾ അടിക്കണം എന്ന് മാത്രം. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ തന്നെ മെയിൻ. ഇനി ബില്ലടക്കാം, അതിന് ചേച്ചിയാണ് മെയിൻ. വെറും 6405 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. പുറത്തേക്ക് ഇറങ്ങിയപ്പോ സൺസെറ്റ് ഒക്കെ ആയിട്ട് ഈ ഒരു കാഴ്ച കാണാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. തത്തയുടെ മുട്ട വിരിഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടി കൂട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ തൂവൽ പോലും വെക്കാത്ത വളരെ ചെറിയ 3 കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, നമുക്ക് വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ഇതിനു മുമ്പ് 3 തത്ത കുഞ്ഞുങ്ങൾ വളർന്ന് പറന്നുപോയ അതേ കൂട്ടിൽ തന്നെ വേറെ കുഞ്ഞൻ തത്ത വന്ന് മുട്ടയിട്ടിട്ടുണ്ട്. ഇവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമായിട്ട് ഇത് തോന്നിയത് കൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് മുട്ടയിടുന്നത്. നാളെ ഒരുപാട് വെറൈറ്റി മൃഗങ്ങളും പക്ഷികളും ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ തുടർന്നുള്ള വീഡിയോസ് കാണാൻ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കണ്ട.